ഇന്നത്തെ ഒരു പ്രധാന പത്രത്തിൻ്റെ തലവാചകം സാമ്പത്തിക പ്രതിസന്ധി വിദഗ്ധരുമായി ചർച്ച, ഒരു നയാ പൈസ ഇല്ല എന്നാണ്. അതേ പത്രത്തിൽ തന്നെ പെൻഷന് 1070 കോടി രൂപ അനുവദിച്ചെന്നുണ്ട്. ഈ മാസം മുതൽ ആശമാരുടെയും അംഗനവാടിക്കാരുടെയും അലവൻസ് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഒരു നയാ പൈസ ഇല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയാ നടക്കാം? ഈ സർക്കാർ അധികാരമേക്കുമ്പോൾ ക്യാഷ് ബാലൻസ് എത്രയുണ്ടായിരുന്നു എന്ന് പറയാൻ തയ്യാറാണ്. മുൻ ധനകാര്യമന്ത്രി പറയുന്നു 6000 കോടി ഉണ്ടെന്ന്. എത്ര ക്യാഷ് ബാലൻസ്? ഒരു ദിവസത്തെ ക്യാഷ് ബാലൻസ് വെച്ചിട്ട് സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്നൊന്നും ബാധിക്കാൻ ഞാനില്ല കേട്ടോ. അത് വരവും ചെലവും അനുസരിച്ച് കൂടെയും കുറേയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഒരു വസ്തുതയുണ്ട്, ഒരു നയാ പൈസ ഇല്ലാത്തവര് മനസ്സിലാക്കേണ്ടെന്ന വസ്തുത. കഴിഞ്ഞ UDFന്റെ ഭരണം അവസാനിപ്പിച്ചപ്പോൾ റവന്യൂ ചെലവും മൂലധന ചെലവും കൂടി 94,000 കോടി രൂപയായിരുന്നു ചെലവ്. ഇപ്പൊ ഈ കഴിഞ്ഞ ധനകാര്യ വർഷത്തില് 1,98,000 കോടി രൂപയാണ് ചെലവ്. UDFന്റെ ഭരണകാലത്തെ അവസാന വർഷത്തെക്കാൾ ഇരട്ടിയിലേറെയാണ് കഴിഞ്ഞ ധനകാര്യ വർഷത്തിലെ ചെലവ്. നയാ പൈസ ഇല്ലാത്ത പൂച്ചപെറ്റ് കിടക്കുന്ന ട്രഷറി ആണെങ്കിൽ ഇങ്ങനെ സംഭവിക്കൂ. തീർന്നില്ല കേട്ടോ. ഇത് ഞാൻ പറഞ്ഞത് ബഡ്ജറ്റിൽ നിന്ന് നേരിട്ടുള്ള ചെലവാ. കിഫ്ബി വഴി, കിഫ്ബിയുടെ സഹായത്തോടു കൂടി നാഷണൽ ഹൈവേ അടക്കമുള്ളത് കേന്ദ്ര സർക്കാർ ചെലവാക്കിയിട്ടുള്ളത്. അങ്ങനെയുള്ള മൂലധന ചെലവെടുത്താൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 1,00,000-ലേറെ കോടി രൂപ മൂലധന ചെലവുണ്ടായിരുന്നു. UDFയുടെ ഭരണത്തിന്റെ അവസാന വർഷം 7,500 കോടി രൂപയാണ് കേട്ടോ മൂലധന ചെലവ്. ആ സ്ഥാനത്താ 1,00,000-ലേറെ കോടി രൂപക്ക് റോഡ്, പാലം, കെട്ടിടം തുടങ്ങിയ കാര്യങ്ങൾ ഈ കേരളത്തിൽ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു ചിന്ത ഇപ്പോൾ ഉള്ളത്, അയ്യോ ഇതിന്റെ കടമൊക്കെ എങ്ങനെ തിരിച്ചടക്കാം? അയ്യോ വേറൊന്നും ചെയ്യണ്ട. UDF അടക്കം ഒരുമിച്ച് നിന്ന് പാസ്സാക്കിയതാ കിഫ്ബി നിയമം. ഏകകണ്ഠമാ. അതിൽ പറഞ്ഞ പണം കൊടുത്തേച്ചാ മതി. അത് കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. മോട്ടോർ വാഹന നികുതിയുടെ പകുതി അത്രയും നാൾ കൊടുത്തു. ഇനി അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വരുമാനത്തിൽ നിന്ന് കിഫ്ബിയുടെ വായ്പയൊക്കെ തിരിച്ചടച്ചോളൂ. ഒരു വേവലാതിയും വേണ്ട. പ്രശ്നം എന്താ? കേന്ദ്ര സർക്കാർ പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തെ ഇട്ട് വട്ടം ചുറ്റി ഇത്തരത്തിൽ പീഡിപ്പിക്കുന്നതിനായിട്ട് ഒരു തവണ പാർലമെന്റിൽ ഇവിടുന്ന് ജയിച്ചു പോയൊരു എഴുന്നേറ്റ് നിന്നിട്ടുണ്ടോ? ആ നയം തുടരാനാണോ UDF ഉദ്ദേശിക്കുന്നത്? എങ്കിലും നിങ്ങളൊരു ഇഞ്ച് മുന്നോട്ട് പോവില്ല കേട്ടോ. കേരളത്തിലെ ധനപ്രതിസന്ധിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ നമുക്ക് തരേണ്ട റവന്യൂ സഹായങ്ങൾ അടിക്കടി കുറഞ്ഞുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ നമ്മുടെ നികുതി പദം ഒന്ന് കൂട്ടിയെങ്കിലും നമ്മുടെ
റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഇല്ലാതാക്കി. ഇപ്പൊ കാര്യം പഴയതിനേക്കാൾ മോശം. നമുക്ക് തരേണ്ട കേന്ദ്ര പദ്ധതികളുടെയും മറ്റും വിഹിതം പിടിച്ചു വെക്കുകയാണ് PM ശ്രീ അടക്കം. ഇതിനെതിരെ UDF ഇതുവരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിന് പകരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? ഈ പ്രതിസന്ധിക്ക് കാരണം LDF തന്നെയാണ്. ധവളപത്രം തയ്യാറാക്കുമ്പോഴേ മുഖ്യമന്ത്രി VD സതീശൻ നിരന്തരം പറഞ്ഞ 3 കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത കൊണ്ടുവരണം. അത് ധവളപത്രത്തിന് മുമ്പ് അദ്ദേഹം പറഞ്ഞാലും സന്തോഷമുള്ള കാര്യമാണ്. ഒന്നാമത്തേത് 25,000 കോടി രൂപയുടെ നികുതി കുടിശ്ശിക, റവന്യൂ കുടിശ്ശിക സംസ്ഥാനത്തിനുണ്ട്. അതങ്ങ് പിരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. റെഡി? അത് LDFന്റെ പിടിപ്പുകേടെന്നല്ല പറഞ്ഞത്. അപ്പോഴേ എത്രയാ അതിൽ നിന്ന് പിരിക്കാൻ പോണേ? അത് പറയണം. കേരളം കാത്തിരിക്കണം കേട്ടോ ഇത് കേൾക്കാനായിട്ട്. രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. കേരളത്തിൽ വിൽക്കുന്ന സ്വർണത്തിന്റെ അളവ് നോക്കിയാൽ ഈ 700-800 കോടി രൂപയൊന്നുമല്ല, 15,000 കോടി രൂപ പിരിക്കാവുന്ന. ധവളപത്രത്തിൽ പറയണം, അല്ലെങ്കിൽ നേരത്തെ തന്നെ പറഞ്ഞോളൂ. ഈ 15,000 കോടിയിൽ എത്ര ഇപ്പൊ പിരിക്കാൻ പോണേ? ഇത് രണ്ടും പിരിച്ചാൽ പ്രശ്നം തീർന്നില്ലേ? പിന്നെ IGST വേണ്ടത്ര പിരിച്ചെടുക്കാത്തത് കൊണ്ട് 25,000 കോടി നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് D. നാരായണ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്. അത്ര തടസ്സം സംസ്ഥാന സർക്കാരായിരുന്നു. സംസ്ഥാന സർക്കാരിന് തനിച്ച് GSTയുടെ നടത്തിപ്പിലും മാറ്റം കൊണ്ടുവരാൻ പറ്റുമോ? പറ്റുന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ. അപ്പോൾ ഈ IGST പിരിക്കാനായിട്ട് ഇപ്പം തന്നെ എന്ത് മാറ്റമാണ് GST ഘടനയെ കൊണ്ടുവരാൻ പറ്റുന്നത് എന്ന് പറയണം. അപ്പോൾ ഈ 3 പ്രശ്നങ്ങളും കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ധനപ്രതിസന്ധി തീർക്കാം, LDFനെ തുറന്നു കാണിക്കാം. ഇതാണ് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി. അത് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.